ഹലോ, സെറാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലാണ് കേട്ടോ. വെളുപ്പിന് 5 മണിക്ക് നമ്മളിവിടെ എത്തി, റൂമൊക്കെ എടുത്തു, ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ രാവിലെ ഇറങ്ങി നേരെ ബോട്ടിങ്ങിനാണ് പോകുന്നത് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചതിന് ശേഷം നമ്മൾ 4 സീറ്റിൻ്റെ പെഡൽ ബോട്ടാണ് എടുത്തത്. 600 രൂപയായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ ലൈഫ് ജാക്കറ്റ് വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ സാറ ഇതേ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇനി നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ടിക്കറ്റ് ഒന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ പോകുന്നതിന് മുമ്പും ബോട്ടിങ് കഴിഞ്ഞ് വന്നതിന് ശേഷവും നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. എത്ര ടൈം നമ്മൾ അവിടെ എടുത്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നത്. ഇപ്പോൾ 30 മിനിറ്റ് ആണല്ലോ നമുക്ക് തന്നിരിക്കുന്ന സമയം. നമ്മൾ 600 രൂപ അടയ്ക്കുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 300 രൂപ റീഫണ്ട് കിട്ടുമെന്ന്. അതായത് 30 മിനിറ്റിനുള്ളിൽ നമ്മൾ വന്ന് ടിക്കറ്റ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 300 രൂപ റീഫണ്ട് കിട്ടും. അതല്ല 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വന്നില്ലെങ്കിൽ ആ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഓരോ മിനിറ്റിനും നമ്മുടെ റീഫണ്ട് കിട്ടേണ്ട 300 രൂപയിൽ നിന്ന് കുറച്ച് വെച്ച് കട്ടായിക്കൊണ്ടിരിക്കും. നല്ല വെയിലുണ്ട്, അപ്പോൾ ഈവനിങ് വരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഇതാ ആ കാണുന്ന വെള്ളത്തിൻ്റെ ആ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ജാക്കറ്റ് നനയും. അങ്ങനെ ലൈഫ് ജാക്കറ്റ് നനഞ്ഞാലും നമുക്ക് റീഫണ്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് 30 മിനിറ്റ് ആയി. നമ്മൾ നല്ല രീതിയിൽ സേറ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുവാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. കുതിരയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സേറയ്ക്ക് അതിൻ്റെ മുകളിൽ കയറണം, അപ്പോൾ കുറച്ചൊന്ന് റൗണ്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സേറയ്ക്ക് അതിനു വേണ്ടി പോവാണ്. ഈ സൈക്കിളിൽ നമുക്ക് ലേക്കിന് ചുറ്റും നമുക്ക് പോകാൻ പറ്റും. 30 മിനിറ്റിന് 100 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളും കുറച്ച് നേരം സൈക്കിളിലൊക്കെ ഒന്ന് കറങ്ങി. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ലേക്കിന് ചുറ്റും നമ്മൾ പോകുന്ന സമയത്ത് ഷോപ്പുകളുണ്ട്, പിന്നെ ഇതുപോലത്തെ ബലൂണുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. സേറയ്ക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇന്ന് സേറ ഇങ്ങനെ അതൊക്കെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അത് എടുത്ത് പൊക്കാനുള്ള ആക്കം പോലും ഇല്ലെന്ന് തോന്നുന്നു സേറയ്ക്ക്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇനി നമുക്ക് ലേക്കിൻ്റെ വ്യൂ ഒന്ന് നോക്കാം. അടിപൊളിയാണ് കേട്ടില്ലേ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള മാർക്കറ്റിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡ്രസ്സുകളാണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും കുട്ടികളുടെ ടോയ്സ്, അങ്ങനെ ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി എല്ലാം ഒന്ന് നോക്കിയിട്ട് വന്നു. ഈ ഒരു മാർക്കറ്റിനുള്ളിൽ സാധനങ്ങൾക്കൊക്കെ വളരെ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. ടോയ്സൊക്കെ ആണെങ്കിലും സ്റ്റാർട്ടിങ് 10 റുപ്പീസാണ്. പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ഒക്കെ വിൽക്കുന്നൊരു കടയാണിത്. അവിടെയൊന്നും നമ്മൾ കയറിയില്ല. പിന്നെ കമ്മലിൻ്റെ കട കണ്ടു. ഇതിനൊക്കെ 30 രൂപയുള്ളായിരുന്നു. ഞാനും 2-3 എണ്ണമൊക്കെ വാങ്ങി. അവിടെ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ ക്യാരറ്റ് കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വെറൈറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ചെട്ടിയാർ പാർക്കിലേക്കാണ്. ഇതൊരു വലിയ പാർക്കാണ് കേട്ടോ. വലിയൊരു ഗാർഡൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഞാനിതിൻ്റെ എൻട്രൻസിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തതേ ഉള്ളൂ. അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പാർക്ക് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനകത്തേക്ക് കിടക്കണമെന്നില്ല. പിന്നെ സമയം കുറവായതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് പോയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.